ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റിവ്യൂ ഇന്നലത്തെ ബിഗ് ബോസ് ഡേ 9 റിവ്യൂ ആണ്. അപ്പം ഇന്നലെ നമ്മൾ കണ്ടത് കിച്ചണിൽ ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കിച്ചൺ ടീമിൽ ആരോ തോന്നുന്നു ഓവൻ ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് തുറന്ന് വെച്ചിട്ട് അത് ക്ലോസ് ചെയ്തില്ല. അത് അനീഷ് കണ്ടു. എന്നിട്ട് അനീഷ് ചോദിക്കുന്നുണ്ട്, തുറന്ന ആൾക്കാർക്ക് അത് അടച്ചു വെച്ചുകൂടെ, അതെന്തിനാ അങ്ങനെ തുറന്ന് വെച്ചേക്കുന്നത് എന്ന് പറഞ്ഞിട്ടായിരുന്നു. അപ്പോൾ മറ്റുള്ള കിച്ചൺ ടീം മെമ്പേഴ്സ് പറയുന്നുണ്ട്, അത് കണ്ടു കഴിഞ്ഞാൽ ആരാണെങ്കിലും അത് അടച്ചു വെക്കുക, അതിനെക്കുറിച്ചിട്ട് വെറുതെ ഒരു ഇഷ്യൂ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അനീഷ് പറയുന്നുണ്ട്, ഇത് തുറന്ന ആൾക്കാർക്ക് തന്നെ അടച്ചുകൂടി, അത് അടയ്ക്കാൻ വേറെ ആരെങ്കിലും വരുമോ എന്ന് പറഞ്ഞത് ഒരു ആവശ്യമില്ലാത്തൊരു ഇഷ്യൂ ആണത്. അപ്പോൾ അത് കേട്ടിട്ട് ആ ഭാഗത്തുള്ള എല്ലാവരും, അതേപോലെ ആ കിച്ചണിൻ്റെ പരിസരത്ത് കൂടെ നടന്നു പോകുന്ന ആൾക്കാർ പോലും ആ ഇഷ്യൂയിലോട്ട് വന്ന് ആവശ്യമില്ലാതെ ചെറിയൊരു തീപ്പൊരി മതി അത് ആളി കത്തിക്കാമെന്ന് പറഞ്ഞതുപോലെ ആവശ്യമില്ലാത്ത ഒരു വലിയൊരു ഇഷ്യൂ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നോക്കിയതുപോലെ എനിക്ക് തോന്നി. അത് വെറുതെ ഒരു സ്ക്രീൻ സ്പേസിന് വേണ്ടിയിട്ടാണോ അതോ പെട്ടെന്നൊരു സ്ട്രാറ്റജി ഉണ്ടാക്കുകയാണോ എന്നും അറിയില്ല. ഒരു ആവശ്യമില്ലാത്തൊരു ഇഷ്യൂ ആയിരുന്നു അത്. അപ്പോൾ ഇത് കേട്ട് വന്ന ഷാനവാസനെ ചോദിക്കുന്നുണ്ട് എന്താണ് ഇഷ്യൂ എന്ന്. അപ്പോൾ ഷാനവാസിനോട് പറയും, ഇങ്ങനെ ആരോ ഓവൻ തുറന്നു വെച്ചു, അത് ക്ലോസ് ചെയ്തില്ല, അത് കാരണമാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഷാനവാസൻ പറയുന്നുണ്ട്, അത് ആരാണെങ്കിലും അടച്ചു വെച്ചാൽ ക്ലോസ് ചെയ്താൽ മതി, അതിനെ ഇത്രയും വലിയൊരു ഇഷ്യൂ ആക്കേണ്ട ആവശ്യമില്ല എന്ന് ഷാനവാസൻ പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നലെ ഒരു ഇഷ്യൂ നമ്മൾ കണ്ടത്. ഇതൊന്നും ഒരു ഇഷ്യൂ ആയിട്ട് തന്നെ ആവശ്യം ഇല്ല. ജസ്റ്റ് ഇപ്പം നമ്മുടെ വീട്ടിലാണെങ്കിൽ ആരെങ്കിലും ഇത് തുറന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് ക്ലോസ് ചെയ്യും, അത്രേ ഉള്ളൂ. അതിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല ഇത് വെറുതെ ഇതിനെക്കുറിച്ചിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട്. വേറൊന്നും ഒരു ഇഷ്യൂ കിട്ടാൻ സംസാരിക്കാൻ ഇല്ലാത്തത് കാരണം അതൊന്നും ഇങ്ങനെ ഓരോ ഇഷ്യൂ ക്രിയേറ്റ് ചെയ്തിട്ട് സംസാരിക്കുന്നത്. പിന്നെ വേറെ നമ്മൾ ഇന്നലെ വീട്ടിനകത്ത് കണ്ടത്, ജിസേൽ പറയുന്നുണ്ട് ജിസേലിൻ്റെ ഡ്രസ്സ് കീറിപ്പോയി. അപ്പോൾ ഇങ്ങനെ എന്താ പറയുക, കുറച്ച് ലൂസായിരുന്നു, ഇങ്ങനെ ഇട്ടപ്പോൾ അത് ഇതായിപ്പോയി, തുണി നല്ലതല്ല എന്നൊക്കെ പറയുന്നുണ്ട് ബിഗ് ബോസ് ചോദിച്ചപ്പോൾ. അപ്പോൾ അനുമോൾ ഇവരും പറയുന്നുണ്ട് ജിസേൽ വേണം വെച്ച് കീറിയതാണെന്നും പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അനുമോളിനോട് പറയുന്നുണ്ട്, ജിസേൽ നീ ആരാണ് എന്നോട് ഓരോന്നും പറയാൻ, എൻ്റെ അമ്മൂമ്മയാണോ, എന്താ പറയുക, എന്താ ഡ്രസ്സ് ഇടുന്നത്, ഏത് ഡ്രസ്സാണ് ഇടുന്നത് എന്നൊക്കെ ഇങ്ങനെ എപ്പോഴെപ്പോഴും ചോദിച്ച് ഇറിറ്റേറ്റ് ചെയ്യേണ്ട ആവശ്യം എന്താണ്. അതിൻ്റെ ഇടയ്ക്ക് ജിസേൽ പറയുന്നുണ്ട്, നിനക്ക് ഹൈറ്റ് കുറവാണ്, അത് കാരണമാണ് എനിക്ക് ഹൈറ്റും വെയിറ്റും അത്യാവശ്യമുള്ളത് കാരണം മേ ബി ചിലപ്പോൾ ചില ഡ്രസ്സ് ചില ആൾക്കാർക്ക് ഫിറ്റ് ആവില്ല, അതുകൊണ്ടായിരിക്കും കീറിപ്പോയിട്ടുണ്ടാവും, നിന്നെപ്പോലെ ഹൈറ്റ് കുറവല്ല എനിക്കെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് കേട്ടതും അനുമോൾ പെട്ടെന്ന് കരഞ്ഞുകൊണ്ട് വാഷ്റൂമിൽ ഓടുന്നുണ്ട്, എനിക്ക് ഹൈറ്റ് കുറവാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതും എനിക്ക് തോന്നിയത് ആവശ്യമില്ലാത്ത ഒരു ഇഷ്യൂ, ഒരു കരച്ചിലാണത് ഇഷ്യൂ എന്ന് പൊതുവെ സംഭവം. കാര്യം എന്താ പറയുക, അനുമോൾക്ക് ഹൈറ്റ് കുറവുള്ളത് ഇപ്പോൾ അനുമോൾ മാത്രമല്ല, ആ വീട്ടിൽ ഇഷ്ടംപോലെ ആൾക്കാർ വേറെയും ഹൈറ്റ് കുറവുള്ള ആൾക്കാരുണ്ട്. ഇപ്പോൾ രേണുസുതിക്ക് ഹൈറ്റ് കുറവാണ്, അതുപോലെ ബിന്നിക്ക് ഹൈറ്റ് കുറവുള്ള പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇതിപ്പോൾ ഇവർ മാത്രമല്ല, കുറേ പേർക്ക് ലോകത്തിൽ ഹൈറ്റ് കുറവുള്ള ആൾക്കാരുണ്ട്. ഇതിപ്പോൾ എന്താ ചെറിയ കുട്ടിയൊന്നുമല്ലല്ലോ, ഹൈറ്റ് കുറവാണെന്ന് കേൾക്കുന്നത് തന്നെ പോയി കരഞ്ഞുകൊണ്ട് ഓടുന്ന അതും എനിക്ക് എന്താ കണ്ടപ്പോൾ തോന്നിയത്, പെട്ടെന്നൊരു സ്ക്രീൻ സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഒരു കരയുന്ന പോലെ എനിക്ക് തോന്നി. കാരണം ഇതുപോലത്തെ അനുമോൾ ഇതിനു മുമ്പും കരഞ്ഞത് ഇതുപോലെ ചെറിയ ചെറിയ കാര്യത്തിന് വേണ്ടിയാണ്, വലിയ കാര്യങ്ങൾക്കൊന്നുമല്ല. അപ്പോൾ ഇതെല്ലാം ആവശ്യമില്ലാത്ത ഒരു കരച്ചിലും ഒരു ഇഷ്യൂ ആണ്. ഇതൊന്നും എന്താ പറയുക, അപ്പോഴേക്കും എല്ലാവരും വരുന്നു അനുമോളെ ആശ്വസിപ്പിക്കാൻ, ഇതിൻ്റെ ഒന്നും ഒരു ആവശ്യമേ ഇല്ല. അങ്ങനെ പോവുകയാണെങ്കിൽ ഇവർ പുറത്താണെങ്കിൽ എന്താ പറയുക, ഇങ്ങനെ ആരെങ്കിലും പറയുകയാണെങ്കിൽ ഇവർ കരയുമോ? എനിക്കറിയില്ല ഇവരുടെ ക്യാരക്ടർ എങ്ങനെയാണെന്നുള്ളത്. ഇപ്പോൾ വീട്ടിനകത്ത് തന്നെ ഇനിയും എന്തോരം വലിയ വലിയ ഇഷ്യൂസ് വരും. അപ്പം അത് കേട്ട് ഇങ്ങനെ കരയാൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർക്ക് അത് കരയാനേ നേരം ഉണ്ടാവുള്ളൂ. അപ്പോൾ അതാണ് എനിക്ക് ഒന്ന് തോന്നിയത്. പിന്നെ നമ്മൾ ടാസ്ക്കാണ് കണ്ടത്, ഇവരുടെ മിഡ് എവിക്ഷൻ ടാസ്ക്. അപ്പോൾ അതിനകത്ത് എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് എന്താ, അനീഷിൻ്റെ പേരാണ് അനുമോളും അതേപോലെ അപ്പാനിശരത്തും, അതുപോലെ തന്നെ അക്ബറിയും ഷാനവാസും സെലക്ട് ചെയ്തത് ഒനിയിലാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു അനീഷ് പറഞ്ഞത് അനീഷിൻ്റെ പേഴ്സ് നല്ല 100% കൊടുത്ത് കളിച്ചു എന്നൊക്കെയാണ് അനീഷ് അതിനകത്ത് പറഞ്ഞത്. പക്ഷേ കളി കണ്ട എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. ഐ മീൻ നമ്മൾ ടെലികാസ്റ്റ് ചെയ്ത കണ്ട് എനിക്ക് അങ്ങനെ തോന്നിയില്ല. കാരണം ബാക്കി എല്ലാവർക്കും മോർ ദാൻ 10 പോയിൻറ്റ്സ് കിട്ടിയിട്ടുണ്ട് ആ ഗെയിമിൽ. പക്ഷേ ഇവർക്ക് മാത്രം 3 പോയിൻ്റേ കിട്ടിയുള്ളൂ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, എൻ്റെ അത്രയും ഡിഫറൻസ് മൂന്നും മറ്റുള്ള ആൾക്കാർക്കെല്ലാം 10ഉം 12ഉം 14ഉം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം തന്നെ ഇവരെടുത്ത പേയേഴ്സ്
അപ്പം അനശ്വരത്തും അനുമോളും അവരുടെ ബെസ്റ്റ് അവിടെ കൊടുത്തിട്ടില്ല. കാരണം അനീഷിനോടുള്ള ആ ഒരു ഇത് കാരണം എനിക്ക് തോന്നുന്നില്ല അവർ കളിക്കണ്ടേ പറഞ്ഞിട്ട് കളിച്ചതായിരിക്കാം. ചിലപ്പോൾ അനീഷിനത് ചിലപ്പോൾ എനിക്കറിയില്ല, എൻ്റെ ഒരു ഒപ്പീനിയനാണ് ഞാൻ പറയുന്നത്. അനീഷിന് ചിലപ്പോൾ അവർ നന്നായി കളിച്ചിട്ടുണ്ടാവും, പക്ഷേ അത്രയും ബെസ്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത്രയും കുറവ് പോയിന്റ് കിട്ടുമോ? ബാക്കി എല്ലാവർക്കും മോർ ദാൻ 10 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് എനിക്ക് തോന്നി അത്ര നന്നായിട്ട് എന്താ പറയുക അനീഷിനെ സപ്പോർട്ട് ചെയ്യാത്ത പോലെ എനിക്ക് തോന്നി. അപ്പോൾ ഇതാണ് എനിക്ക് ഇന്നലെ കണ്ട ഒരു ടാസ്ക്. പിന്നെ എന്താ പറയുക, ഇതൊക്കെയാണ് മേജറായിട്ട് ഇന്നലെ നമ്മൾ കണ്ടത്. അപ്പോൾ പിന്നെ ഉള്ളത് ഇവരെ കുറിച്ചിട്ട് അറിയാൻ വേണ്ടിയിട്ട് ഇവർക്കൊരു ടാസ്ക് കൊടുത്തിട്ടിരുന്നു. അതിനകത്ത് ഒനീലുണ്ടായിരുന്നു. ഇന്നലെ പറഞ്ഞത് ഒനീലും പിന്നെ ഷാരികയും പിന്നെ രേണുസുതിയായിരുന്നു പറഞ്ഞിരുന്നത്. ഒരിടത്ത് എന്നായിരുന്നു ടാസ്കിൻ്റെ പേര്. ഞാൻ വിചാരിച്ചു ഈ സീസണിൽ ചിലപ്പോൾ അത് ഉണ്ടാവില്ല, പക്ഷെ അത് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് എല്ലാവരും അവരുടേതായിട്ടുള്ള നന്നായി പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ഒനീലിൻ്റെ പ്രസൻറ്റേഷനാണ്. അത് അത്യാവശ്യം നന്നായിട്ട്, അതിൽ രേണുസുധിയുടെ പ്രസൻറ്റേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ എന്താ പറയുക, ഇന്നലെ അത് കാരണം അത്യാവശ്യം നല്ലൊരു എപ്പിസോഡായിരുന്നു. അപ്പോൾ ഇന്ന് അതിൻ്റെ ബാക്കി ഫൈറ്റും കാര്യങ്ങളും പുതിയ ടാസ്കും എല്ലാം നമുക്ക് കാണാം. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.